പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണെന്ന് എല്ലാവരോടും പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞങ്ങളുടെ യാത്രയിലിടയിലുള്ള കുറച്ച് നല്ല നല്ല എക്സ്പീരിയൻസാണ് ഞങ്ങളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മൺട്രോ തുരുത്തിൽ ഞങ്ങൾ പോയായിരുന്നു. അപ്പം അവിടെ വെച്ച് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് സെപ്പറേറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് കണ്ടൽ കാടുകളിൻ്റെ ഇടയിലൂടെയൊക്കെ ഞങ്ങൾ പോയായിരുന്നു, കുറേ തോടുകളിലൂടെയും ഒക്കെ. അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ 6 o'clock ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. എനിക്കൊന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈം അതായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ മൺട്രോത്തുരുത്തിൽ പോവുകയാണെങ്കിൽ മോർണിംഗ് ഒരു 6 o'clock ആകുമ്പോൾ ഒരു വള്ളമെടുത്ത് പോവുക. ഈ കാണുന്നതാണ് നമ്മളൊരു കണ്ടൽക്കാടിൻ്റെ ഫസ്റ്റ് നമ്മളെത്തിയ ഒരു കണ്ടൽക്കാടിൻ്റെ സൈഡാണത്. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ഇലകളില്ലാത്തൊരിത്, അത് കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് അത് നശിച്ചു പോയതാണെന്നാണ് പറയുന്നത്. നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു നമ്മുടെ വള്ളം തുഴയാൻ വേണ്ടിയിട്ട്. ആ ചേട്ടനാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യമേ എത്തിയത്. ഈ വള്ളങ്ങൾ ചെന്ന് ഇടിച്ചിടിച്ച് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഷേപ്പ് കറക്റ്റ് വള്ളം കയറി അവിടെ ജാമായിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും ഒക്കെ പറ്റും. ഇന്നത്തെ കയറിയൊക്കെ നിന്ന് എടുക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അത് ചെയ്തില്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ നീന്താനായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് പോയില്ല. ഇത് ഇവിടെ ഇങ്ങനെ കണ്ടൽക്കാടുകൾ വരുന്നത് ആ ചേട്ടൻ പറഞ്ഞത് ഇതിലൊരു ബീൻസ് പോണൊക്കെ ഒരു കായുണ്ട്. ഈ കായ നേരെ എൻ്റെ ചേറിലേക്ക് ചെന്ന് വീണിട്ട് അവിടുന്ന് അത് പൊട്ടിമുളച്ച് ഇങ്ങനെ കണ്ടൽ കാടുകളായിട്ട് ഫോം ചെയ്യുകയാണ്. ഇതുണ്ട് ഒരു റാ പോണക്ക്. ഇതാണൊരു മൺട്രോത്തുരുത്തിലൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ കണ്ടൽ കാടിങ്ങനെ നിൽക്കുന്നത്. ഇത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഫോം ചെയ്തു വന്നൊരു റായാണത്. അപ്പം അതൊക്കെ നമ്മൾ നല്ല രസമാണ്. ആ മോർണിംഗ് ടൈമിൽ അതൊക്കെ കാണുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നൊരു സമയം, ഒട്ടും വെയിലില്ല, ചൂടൊട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് അതിനകത്തൂടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇറങ്ങി വന്നപ്പോഴാണ് നല്ല മനോഹരമായ ഒരു കാഴ്ച. അതെ അതെ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് ഒരു കല്ലടയാറിൻ്റെയും അഷ്ടമുടി ലേക്കിനോടും ചേരുന്നത് സംഗമിക്കുന്ന ഒരു പോയിന്റിലാണ് താമസിച്ചത്. അതും വളരെ മനോഹരമായി. നമ്മൾ വള്ളത്തിൽ നമ്മൾ കയറി റിവറിൽ നിന്ന് നമ്മൾ നേരെ ലേക്കിലോട്ട് നമ്മൾ ചെല്ലുന്ന ഒരു പോയിന്റിലായിരുന്നത്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ ഒരു ഈ ലേക്കിനകത്ത് തന്നെ മണ്ണ് കൊണ്ട് ഡ്രഞ്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് ഹോം സ്റ്റേകളിലും റിസോർട്ടിലും ഒക്കെ താമസിക്കുന്ന അവർ മറ്റു വള്ളങ്ങളിലൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വന്ന് കുറെ തമിഴിയൻസും മലയാളീസും ഒക്കെ ആയിട്ട് വേറെ ഫാമിലീസും ഒക്കെ എല്ലാവരും തന്നെ വന്നത് വള്ളത്തിലാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരും വള്ളത്തിലാണ്. വേറെ നമ്മൾ ഷിക്കാരി ഒന്നും ആ സമയത്ത് നമ്മൾ കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും വള്ളത്തിൽ. അതിനോട് ചേർന്നിട്ടൊരു സ്ഥലമാണ് ഇത്. ഈ ഹണിമൂൺ കപ്പിൾസ് അല്ലെങ്കിൽ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചേട്ടൻ കരുതുന്നത് അത് അവിടെ ആകുമ്പോഴത്തേക്ക് ഒരു ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളൊരു കായലിൻ്റെ മേളിലായിട്ട് ഒരു സിമെന്റ് തറ നമുക്ക് ഇട്ടിരിക്കാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ സഞ്ചരിച്ച് പോയത് ഇതാണ് ഒരു കണ്ടൽ ചെടികളാണിത്. മറ്റേത് ഇച്ചിരി കൂടെ ഒരു ലോങ് ഇതാണെങ്കിൽ ഇച്ചിരി കൂടെ നീളമുള്ള മരങ്ങളാണെങ്കിൽ ഇത് ചെടികളായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടുന്ന് നമ്മൾ പോയത്. എനിക്കൊന്ന് ഇതൊരു എൻട്രൻസ് ആണ്. ഇത് കുറേ വരികളുണ്ട്. നമുക്ക് ഏത് വരികളിൽ കൂടി നമുക്ക് എൻട്രി ചെയ്ത് നമ്മൾ ഇച്ചിരി ജനവാസമായിട്ടുള്ളത് നമ്മൾ ചില തോടുകളിലേക്ക് എൻട്രി ചെയ്യുന്നൊരു പോയിന്റാണിത്. നല്ല ഭംഗിയാണല്ലേ ഇത്. നമ്മൾ ശരിക്കും ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന മാന്ത്രികം സിനിമയില് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തു ആ ചേട്ടന്റെ അടുക്കെ മാന്ത്രിക സിനിമയുടെ കാര്യം. പക്ഷെ അത് ഇവിടെ അല്ല അതിന്റെ ഷൂട്ടിംഗ്. പക്ഷെ ഏകദേശം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആ പാട്ടൊക്കെ മനസ്സിൽ വരും. നിങ്ങൾ ആ പാട്ടൊക്കെ മൂളിക്കൊണ്ടാണ് പോയത് ഇതുവഴി. അപ്പോഴാണ് മറ്റേ പൊന്മാൻ ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നതെന്ന് പറഞ്ഞത്. പൊന്മാന്റെ ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നത്. ബേസിൽ ജോസഫിന്റെ കാര്യങ്ങളും അതിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മളെ വള്ളം തുടങ്ങിയ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ചേട്ടൻ ആ സമയത്ത് കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ ആ ഷൂട്ട് ചെയ്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത കഥകളൊക്കെ പറഞ്ഞായിരുന്നു. നല്ല 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 രസമായിരുന്നു. നമ്മളെ ചേട്ടൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമ്മളെ കുറെ അവരുടെ ഇൻഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അതേപോലെ നമുക്ക് 6 മണിക്ക് ഇറങ്ങി ശരിക്കും 6 to 8 എന്നുള്ളത് ശരിക്കും ഞങ്ങൾ 8:30 2.5 മണിക്കൂറോളം ഞങ്ങൾക്ക് എടുത്തു. ഒരു അരമണിക്കൂർ എനിക്ക് എക്സ്ട്രാ ഞങ്ങൾക്ക് കിട്ടി.
കാരണം ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതൊരു വളരെ ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചില പക്ഷികളൊക്കെ ഉണ്ട്, നമ്മൾ ഈ നീർക്കാക്ക, പിന്നെ അങ്ങനെയുള്ള, പിന്നെ കുളക്കോഴി അല്ലെ, കുളക്കോഴി അങ്ങനെയുള്ള കൊക്ക്, ഇതിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലാം ഒന്നും വീഡിയോയിൽ വന്നിട്ടില്ലായിരിക്കും. ഇതാണ് നമ്മുടെ ചേട്ടൻ, ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോഴാണ് കാണേണ്ട ഓർമ്മ. പക്ഷേ ഞാൻ ഓർക്കുന്നത് വിജയൻ ചേട്ടൻ ഇത് ചേട്ടൻ കാണുകയാണെങ്കിൽ ചേട്ടൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. സോറി, ഞങ്ങൾ ഇത്ര ദിവസം ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു, ഞങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പം മറന്നുപോയി കറക്റ്റായിട്ട് പേര്. അപ്പം ഞങ്ങൾ ഇതിലേക്കൂടി ഞങ്ങൾ എൻട്രി ചെയ്ത് ഞങ്ങൾ നേരെ ചെന്നതൊരു കരിമീൻ ചെമ്മീൻ ഘട്ടുകളുള്ള ഒരു സ്ഥലത്തേക്കാണ്. എനിക്കൊന്ന് അവിടെ ഇച്ചിരി കൂടി ജനവാസമുള്ള, അതായത് കായലിൻ്റെ ഒരു ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കാണുമ്പോഴേക്കാണ് നമ്മള് പൊന്മാനത്തെ അടിപിടി നടക്കത്തില്ലേ, ചെമ്മീൻ കെട്ട് തുറന്നു വിടുന്ന ഒരു സംഭവം, ഒരു സീനുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അവരുടെ അടിയും ഇടിയും ഒക്കെ ചെമ്മീനെ കൂടുതൽ സ്നേഹിച്ച ഒരു പോലെ നമുക്ക്. അതെ, നമ്മളതിനകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്ന ആള് ശരിക്കും പറഞ്ഞ ഒരു സ്നേഹമുള്ളൊരു വില്ലനാണ്. അയാളുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് അല്ലെ, സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതെ അതെ, ഇതാണ് നീർക്കാക്ക അല്ലെ, നീർക്കാക്കയാണിത്. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടിയ കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി പോസ് ചെയ്തു ഒരു നീർക്കാക്ക എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വീണ്ടും അതെ അതെ, ഇത് ചെറിയ ഒരു കൈവരികളാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ജനവാസമുള്ള സ്ഥലത്തേക്ക് പതുക്കെ നമ്മൾ പോയി. കുറേ മൃഗങ്ങളല്ല, കുറേ പക്ഷികൾ ഉണ്ടായിരുന്നു. ഇത് ജന്തുജാലങ്ങൾ, കൊക്കിനെ നടക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിള്ളേരിങ്ങനെ കാണുമ്പോഴേക്കും അയ്യോ ദേണ്ട് പോകുന്നു ദാണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെടുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഇതെന്ന് പറയുന്നത് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത് ഇത് 10 കണ്ടുണ്ട്. അതെ അതെ, നമ്മൾ അത് പറഞ്ഞ കുറേ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുടെ ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. അപ്പം അതിനെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലെ പാലങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു കുറേ പാലങ്ങൾ വരും. നമ്മൾ ഈ ഓരോ പാലം ചെല്ലുമ്പോൾ നമ്മൾ പതുക്കെ തല നമ്മൾ താത്തി കൊടുക്കണം, അത്ര താന്നിട്ടാണ്. എനിക്കൊന്നും താഴേണ്ടി വന്നില്ല കേട്ടോ. ഇതിപ്പോ രാവിലെ ആയതുകൊണ്ട് കേട്ടോ, വൈകിട്ടാകുമ്പോഴത്തേക്കും വെള്ളം പിന്നെയും കയറുമെന്ന് പറഞ്ഞു, വാട്ടർ ലെവൽ പിന്നെയും ഹൈ ആവും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പിന്നെ കിടന്നു പോകേണ്ടി വരും എന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും തല ജസ്റ്റ് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് തല നമുക്ക് ജസ്റ്റ് ഒന്ന് താത്താൻ മാത്രം മതിയാവും. പക്ഷെ ഈവനിങ് ആകുമ്പോൾ വെള്ളം വെച്ചുകൊണ്ട് കയറും. ഇതാണ് നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ മോർണിംഗ് നമ്മൾ ചെറിയൊരു ചായക്കടയിലോട്ട് ചേട്ടൻ നമ്മൾ വള്ളത്തിൽ നമ്മൾ ചെന്നിട്ട് അടിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഒരു 10 മിനിറ്റ്സ് അവിടെ ഇരുന്നു. എഫിക്കൊണ്ട് അപ്പോഴാണ് ഒരു ഞണ്ടിനെ കുഴിയിൽ കണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുത്തിയെടുക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷെ ശ്രമം പാഴായിപ്പോയി. ഞങ്ങളോടും പറഞ്ഞു നമുക്കതിനെ പിടിക്കാനായിട്ടുള്ള ധൈര്യമില്ലാഞ്ഞുകൊണ്ട് നമ്മളും അത് ഉപേക്ഷിച്ചു. ഞങ്ങള് ഇതേപോലെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ, നമ്മളിങ്ങനെ ശാന്തമായ ഒരു സ്ഥലത്ത് പോയി. ഇതിലേക്ക് സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പം ശരിക്കും നമ്മുടെ ടൂറിസത്തിന്റെ ഒരു അനന്തമായ സാധ്യതകൾ ശരിക്കും നമ്മൾ ഇപ്പോഴും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്, ഇപ്പോഴും ടൂറിസത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ വെനീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം കണ്ടമാനം ഈ വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ 2 സൈഡിലും ഉണ്ട്. എനിക്കൊന്ന് ഈ വിദേശികൾക്കൊക്കെ എനിക്ക് വന്നു കഴിഞ്ഞാൽ 2 കരയിലും ഇഷ്ടം പോലെ ഈ വാണിജ്യപരമായിട്ടുള്ള ഒരു സാധ്യതകളുള്ള ഏരിയയാണ്. പോകുന്ന വഴിക്കാണ് അതേപോലെ കുറേ ഈ ചെമ്മീനെയും അതേപോലെ കരിമീനെയൊക്കെ വളർത്തുന്ന കുഞ്ഞു കുഞ്ഞു കട്ടുകളുണ്ടായിരുന്നു. അപ്പം ഇവിടെ ചെന്നിട്ട് നമുക്ക് ഒരു ഏരിയ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കരിമീന് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവർ മേടിച്ച് വെച്ച ഭക്ഷണം തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പം നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് 2 വിദേശികൾ അല്ലേ, വിദേശികൾ വന്ന് ഒരാളുടെ പേര് സാന്ദ്ര എന്നാന്ന് തോന്നുന്നു, മറ്റേ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു, കുറച്ചു നേരം സംസാരിച്ചു. അവരുടെ കയ്യിൽ ഒരു കൂടും ഒരു കവറുമായിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊരു ഡൗട്ട്. അവരുടെ ആ ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ചപ്പാത്തി ഉണ്ട്, ഇതൊക്കെ കഴിക്കുമോ മീനെന്ന്. അപ്പൊ ഞാനും അതിശയത്തോടുകൂടി നോക്കി, ഇതൊക്കെ കഴിക്കുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കരിമീനെ വളർത്താലോ, ഇതൊക്കെ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ കൊടുക്കാം കേട്ടോ, ഇത് അയ്യോ ഭയങ്കര കിടിലനായിട്ട് അവര് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കരിമീന്. നമുക്കും അതൊക്കെ ട്രൈ ചെയ്യാം. അപ്പം ഇതിന്റെ 2 സൈഡ് നമ്മൾ പോയ 2 സൈഡിലും ഇഷ്ടംപോലെ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ. അവിടെ റിസോർട്ടുകൾ കുറവാണ്, പക്ഷെ ഹോം സ്റ്റേസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് ചേട്ടൻ
ഇതേപോലെ മീൻ വലയിട്ട് എനിക്കൊന്ന് ചേട്ടൻ വല രാത്രിയിൽ ഇട്ടാന്ന് തോന്നുന്നു, അതിന് മീൻ പിടിക്കുന്ന ഒരു സീൻ. ഇത് വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ പോകുന്ന അതേ സമയത്ത് പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് കാണുന്നതാണ് നമ്മൾ ചില മീനൊക്കെ വളർത്തുന്ന സമയത്ത് കാണാറില്ല. ഓക്സിജൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ചെറിയ ഫോമിലുള്ളതാണ് നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അക്വേറിയത്തിനകത്തൊക്കെ ഈ ഫിഷർമാനൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുമ്പളെ പോലെ പൊങ്ങില്ലേ, പല രീതിയിലുള്ള ഉണ്ട്. അതെ അതെ, ചക്രമുണ്ട്. ഇത് അതിലൊരു വലിയ ഫോമാണ്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തേണ്ടി നീർക്കാക്ക നീന്തുന്നത് കണ്ടു. നല്ല രസം ഉണ്ടായിരുന്നു അത് നീന്തുന്നത്. അപ്പം ഞങ്ങളത് ഇങ്ങനെ എടുക്കാമെന്ന് നോക്കി. ഞങ്ങളെ കാണുമ്പോഴേക്കും അവൻ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങ് മുങ്ങി തപ്പി നടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ പൊങ്ങും. അതെ, ഞങ്ങളുടെ കൂടെ കുറെ നേരം കളിയായിരുന്നു നീർക്കാക്ക. അത് കഴിയുമ്പോൾ കുറച്ച് നേരം പറന്നുപോയി. അങ്ങനെ ഞങ്ങളുടെ ദിശയിലേക്ക്, ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയിലേക്ക് ഉള്ള കായലിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അപ്പം അടുത്തത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞങ്ങൾക്കൊന്ന് തുഴഞ്ഞേ കൊള്ളാം, ഇത്രയും നമ്മൾ നടന്നു, ചേട്ടൻ പാവം ക്ഷീണിച്ചില്ലേ, ചേട്ടനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് നമ്മളും എങ്കിൽ ഒന്ന് തുഴഞ്ഞ് സഹായിക്കാമെന്ന് വിചാരിച്ച് അനുചായൻ ആദ്യമേ തുഴയുമായി ഇറങ്ങി. ഇത് ചേട്ടൻ തുഴയാൻ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അനുചായൻ്റെ ആ ഒരു ലുക്കും ആ ഒരു ഭാവവും കണ്ടു കഴിഞ്ഞാൽ അനുചായനാണ് ഏതാണ്ട് കപ്പൽ ഓടിക്കുന്ന പോലെയാണ് ആ ഒരു നിപ്പ് കണ്ട്. കപ്പലില്ല, നമ്മുടെ സാധാ വെള്ളം. അനുചായൻ കപ്പൽ ഓടിക്കുന്ന പോലെയാണല്ലോ ഓടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ഓടിച്ച അനുചായൻ ഇതേണ്ട് പഠിച്ചു കേട്ടോ, മിടുക്കനായിട്ട് പഠിച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുചായന് ഭയങ്കര ക്ഷീണം കണ്ടോ, ആ മുഖത്ത് കാണാൻ ക്ഷീണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനോർത്തു ഞാനങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ പിടിച്ചു വലിച്ചു വാങ്ങി നമ്മൾ വേണ്ട തുഴയാനായിട്ട് തുടങ്ങി. എൻ്റെ തുഴയലാണ് ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന തുഴയിൽ. ഞാൻ മാത്രം തുഴഞ്ഞു കേട്ടോ, എന്നെ ആരും സഹായിക്കാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നീങ്ങുന്നത്. ഞാൻ ഒരു സ്ഥലം തുഴഞ്ഞു, ഓക്കെ, അവിടെ എല്ലാം ഓക്കെ സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് മറ്റേ സ്ഥലം തുഴയാം. അത് കഴിഞ്ഞിട്ട് മറ്റേ സ്ഥലവും അടുത്ത സ്ഥലവും ഞാൻ തുഴഞ്ഞ് നമ്മൾ റിസോർട്ടിന്റെ അടുത്ത് നമ്മൾ എത്താറായി. അതിനോട് ചേർന്നിട്ടാണ് ചേട്ടൻ്റെ വിജയൻ ചേട്ടൻ്റെ വീട്. അപ്പം വിജയൻ ചേട്ടൻ്റെ വീട്ടിലാണ് ബേസിൽ ജോസഫ് ഒക്കെ വരുമ്പോൾ വണ്ടി ഇടാറുള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇപ്പൊ കാണിച്ചാണ് റിസോർട്ടിന് തൊട്ട് ചേർന്നിട്ടാണ് ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളവിടെ ഞങ്ങളെത്തിയപ്പോൾ ഓൾറെഡി കണ്ട് ചേട്ടായുണ്ട്, ജങ്ക് ജഗ എന്ന് പറഞ്ഞ മുതലാളി എന്ന് പറഞ്ഞ അപ്പാനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.